രാത്രി ആയതുകൊണ്ട് തന്നെ ആ പരിസര പ്രദേശങ്ങളിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. രാവിലെ ഈ ഡെഡ് ബോഡി കണ്ടപ്പോഴാണ് ആൾക്കാർ ഈ ആക്സിഡന്റ് നടന്നതിനെ പറ്റിയും ഇങ്ങനെ ഒരു സ്വീകാരം മരിച്ചതിനെ പറ്റിയൊക്കെ അറിയുന്നത്. ഒരു കുഴി ഉണ്ടെങ്കിൽ തന്നെ ഇൻകേസ് നമ്മൾ ആ കുഴിയിൽ വീണിട്ടായിരിക്കും അറിയുന്നത് അവിടെ കുഴി ഉണ്ടായിരുന്നു എന്നുള്ളത്. പാലങ്ങൾ പകുതി വരെ ഉള്ളൂ, ചിലപ്പോൾ അതിൽ കയറി ചെല്ലുമ്പോഴായിരിക്കും അറിയുന്ന പാലം ഇല്ലാത്ത കാര്യം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ റോഡുകളിലൊക്കെ പന്നികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് രാത്രി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ സ്പീക്കു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് രഞ്ജിത്ത് മലക്കൽ എന്ന് പറയുന്ന ഒരു സ്വിഗ്ഗി സഹോദരൻ, അദ്ദേഹത്തിന് 42 വയസ്സുണ്ട്. പുള്ളിക്കാരൻ ഇതുപോലെ റോഡ് ആക്സിഡന്റിൽ മരിക്കുകയുണ്ടായി. അദ്ദേഹം നെസ്ലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അതിന്റെ കൂടെ തന്നെ സ്വിഗ്ഗിയിലും കൂടി വർക്ക് ചെയ്യുന്നു. അപ്പൊ നൈറ്റ് ആണ് കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നമുക്ക് ഇപ്പൊ സ്വിഗ്ഗി ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം ഈവനിങ് തൊട്ട് ഒരു നൈറ്റ് 11-12 മണി വരെയാണ് ഏറ്റവും നന്നായിട്ട് ഓർഡർ കിട്ടുന്നത്. ഒരു 11 മണിക്ക് ശേഷമാണെങ്കിൽ ലേറ്റ് നൈറ്റ് സർച്ചും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു ഓർഡർ 40 രൂപ വെച്ച് കിട്ടും. സോ ആൾക്കാർ ലേറ്റ് നൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം അതുപോലെ തന്നെ ഈവനിങ്ങുകളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ലേറ്റ് നൈറ്റ് ആയിട്ടും വർക്ക് ചെയ്യുമായിരുന്നു. ഒരു 11-12 മണിക്ക് ശേഷം വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ കോഴിക്കോട് വെച്ചിട്ട് ആണ് ഈ ആക്സിഡന്റ് നടക്കുന്നത്. നൈറ്റ് ഒരു 12:30 ഈ ആക്സിഡന്റ് നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. സോ പുള്ളിക്കാരൻ ഒരു ഓർഡറുമായിട്ട് വരുമായിരുന്നു. അവിടെ റോഡ് പണി, നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നിടത്ത് ഒരു വെള്ളക്കെട്ടുണ്ടായിരുന്നു. വെള്ളക്കെട്ടിലേക്ക് ബൈക്ക് മറിഞ്ഞാണ് മരണപ്പെട്ടത്. രാത്രി ആയതുകൊണ്ട് തന്നെ ആ പരിസര പ്രദേശങ്ങളിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. രാവിലെ ഈ ഡെഡ് ബോഡി കണ്ടപ്പോഴാണ് ആൾക്കാർ ഈ ആക്സിഡന്റ് നടന്നതിനെ പറ്റിയും ഇങ്ങനെ ഒരു സ്വീകാരം മരിച്ചതിനെ പറ്റിയൊക്കെ അറിയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഓഗസ്റ്റ് 4-ാം തീയതി കളമശ്ശേരിയിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായിട്ട് അബ്ദുൽ സലാം എന്ന് പറഞ്ഞൊരു 42 വയസ്സുള്ള സ്വിഗ്ഗി സഹോദരൻ മരിക്കുകയുണ്ടായി. അദ്ദേഹം മരിച്ചത് പ്രൈവറ്റ് ബസ് ഇടിച്ചിട്ടായിരുന്നു. ഓക്കെ, അതിന്റെ വിഷ്വൽസും കാര്യങ്ങളും ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. ആൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ആക്സിഡന്റിനെ പറ്റി. അത് ഒരുപക്ഷെ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ബസ്സുകാരുടെ അശ്രദ്ധ കൊണ്ടോ ഒക്കെ സംഭവിക്കുന്ന ആക്സിഡന്റ് ആണ്. ബസ്സുകാർ പറയുന്നത് അത് അവരുടെ ബ്ലൈൻഡ് സ്പോട്ട് ആയിരുന്നു, അവർ കണ്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷെ നമുക്കും അത് ശ്രദ്ധിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് ഒഴിവാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ റോഡ് അപകടങ്ങളും മരണങ്ങളൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ഡെലിവറി പ്ലാറ്റ്ഫോമുകളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് തൊട്ടേ, അതായത് സൊമാറ്റോ ആയാലും ബ്ലിങ്കിറ്റ് ആയാലും സ്വിഗ്ഗി ആയാലും സെപ്റ്റോ ആയാലും ഏതൊരു ഡെലിവറി പ്ലാറ്റ്ഫോം ആയാലും സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ഡെലിവറി ബോയ്സിന് ആക്സിഡന്റുകൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ന്യൂസിലൊന്നും ശ്രദ്ധിക്കപ്പെടുന്നില്ല. അതാണ് വാസ്തവം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്രേ ഉള്ളൂ. ഞാൻ 2 വർഷമായിട്ട് സ്വിഗ്ഗി ഓടുന്നുണ്ട്. ഞാനും കൂടുതലായിട്ട് നൈറ്റാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കും ഈ നൈറ്റ് അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലേ കൂടുതൽ ഏണിങ്സ് കിട്ടുള്ളൂ. പക്ഷെ ഒരു 11-12 മണിക്ക് ശേഷം മാക്സിമം പരമാവധി ജോലി ചെയ്യാതിരിക്കുക, അതാണ് നല്ലത്. കാര്യം നമ്മളിപ്പോൾ നൈറ്റ് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് അറിയാനോ അല്ലെങ്കിൽ റോഡുകളിൽ പോലും ആരും കാണാത്തൊരവസ്ഥയാണ് നൈറ്റിൽ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാഷണൽ ഹൈവേസിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുകൾ പോലും ഇതുവരെ ഇല്ല. ഒരു കുഴി ഉണ്ടെങ്കിൽ തന്നെ ഇൻകേസ് നമ്മൾ ആ കുഴിയിൽ വീണിട്ടായിരിക്കും അറിയുന്നത് അവിടെ കുഴി ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പം നിങ്ങളായാലും ഞാനായാലും നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്, അല്ലേ? നമ്മൾ 12 മണിക്കൂർ 14 മണിക്കൂർ ഡെയിലി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ നമ്മളില്ലെങ്കിൽ പിന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിന് കഷ്ടപ്പെട്ട് ഉള്ളത് കൊണ്ട് എന്ത് കാര്യം? നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താവും ആലോചിച്ച് നോക്കുക. റോഡിൽ ആക്സിഡന്റ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഓട്ടോറിക്ഷക്കാരാണ് നമ്മുടെ റോഡുകളിൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാകാനായിട്ട് കാരണക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഇവർ ഇൻഡിക്കേറ്റർ ഇടാറില്ല, ഇവര് ബാക്കിലോട്ട് നോക്കാറില്ല, സൈഡിൽ നിന്നും കുത്തി വളച്ചിങ്ങ് റോഡിലോട്ട് കയറ്റുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോക്കാർക്കുള്ളത്. നിങ്ങൾക്കറിയാമായിരിക്കും, നിങ്ങൾ പലവട്ടം ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഓട്ടോക്കാരുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, നമ്മൾ സ്വിഗ്ഗിക്കാരുടെ ഭാഗത്തുനിന്നും, അല്ലെങ്കിൽ ഏതൊരു ഡെലിവറി വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ സൊമാറ്റോയിൽ ബ്ലിങ്കിറ്റ് ആയാലും ഏതൊരു ഡെലിവറി ബോയിയും റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കുന്ന കാണാനായിട്ട് പറ്റും. ഇത് കാരണം മറ്റുള്ളവർക്ക് കൂടി അപകടം ഉണ്ടാവുകയാണ്. നമ്മൾ എപ്പോഴും ആലോചിക്കുക, നമ്മൾ മാത്രമല്ല റോഡിലുള്ളത്, മറ്റു ആൾക്കാരും ഉണ്ട്. നമ്മളെ പോലെ തന്നെ പ്രധാനപ്പെട്ടവരാണ് അവർ. സോ നിങ്ങൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, മുമ്പേ ഒരു വണ്ടി പോകും, അതിന്റെ പുറകെ ഇങ്ങനെ ഇഴുകിച്ചേർന്ന് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെ വണ്ടി ഓടിക്കുന്നത് ആക്സിഡന്റിന് കാരണമാവുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ തെരുവ് നായ്ക്കൾ, പന്നികൾ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ റോഡുകളിലൊക്കെ പന്നികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് രാത്രി. നിങ്ങൾ എപ്പോഴും മുമ്പിൽ ഒരു ആക്സിഡന്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് മാത്രം വണ്ടി ഓടിക്കുക. നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, നിങ്ങളുടെ മുമ്പിൽ എന്ത് വേണം സംഭവിക്കാം. പെട്ടെന്ന് ഒരു പട്ടി കുറുക്കച്ചാടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഓടി വരാം. റോഡിന്റെ സൈഡിലൂടെ കുഞ്ഞുങ്ങളൊക്കെ നടന്നു പോവുകയാണെങ്കിൽ അവരൊക്കെ പെട്ടെന്ന് ഓടി വന്ന് കയറാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ KSRTC ബസ്സുകൾ, വലിയ വലിയ ബസ്സുകൾ, ലോറികൾ, ഇതിനൊക്കെ ബ്ലൈൻഡ് സ്പോട്ടുകൾ വളരെ കൂടുതലാണ്. ഇതിനോടൊന്നും അടുത്ത് ചേർന്ന് വണ്ടി ഓടിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇടം സൈഡിൽ കൂടെ റോങ് സൈഡായിട്ട് ഓവർടേക്ക് ചെയ്യാതിരിക്കുക. അതൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ ആക്സിഡന്റ് ഉണ്ടാവാനായിട്ടുള്ള മെയിൻ കാര്യമായിട്ട് കാണുന്നത് എയർബഡ്സ്, ഹെഡ്സെറ്റ് പോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കുന്നതാണ്. നമ്മുടെ ഒരു
സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കസ്റ്റമറിനെ വിളിക്കാനായിട്ട് ഈ മൊബൈൽ ഫോൺ എടുത്ത് ചെവിയിൽ വെക്കാനായിട്ട് പറ്റില്ല. സോ നമ്മൾ എപ്പോഴും ഈ ഹെഡ്സെറ്റ് അല്ലെങ്കിൽ എയർബഡ് യൂസ് ചെയ്താണ് കസ്റ്റമറിനോട് സംസാരിക്കുന്നത്. സോ എപ്പോഴും ഈ സംഭവം വെക്കുമ്പോൾ ഒരു സൈഡിൽ മാത്രം വെക്കാനായിട്ട് നോക്കുക, ഒരു സൈഡിൽ ഫ്രീ ആക്കി വെക്കുക. ബിക്കോസ് നിങ്ങൾക്ക് റോഡിലെ സൗണ്ട് കൂടി കേൾക്കാനാണ്. ചിലർ ഇങ്ങനെ ഹെഡ്സെറ്റും അല്ലെങ്കിൽ ഇയർബഡ്സും വെച്ചിട്ട് നല്ല സൗണ്ടിൽ പാട്ട് കേട്ടുകൊണ്ട് പോകും. സോ ബാക്കിൽ നിന്ന് ഒരു വണ്ടി ഹോൺ അടിച്ചാലോ അല്ലെങ്കിൽ ഇൻ കേസ് ഒരു ആംബുലൻസ് വന്നാൽ പോലും അവർക്ക് അറിയാനായിട്ട് പറ്റില്ല. സോ ഇങ്ങനെ സാഹചര്യം ഒഴിവാക്കാനായിട്ട് ഒരു ബഡ് മാത്രം വെച്ചുകൊണ്ട് ഓടിക്കുക. നമുക്ക് ഈ ഹെഡ്സെറ്റ് ഇല്ലാതെ ഓടിക്കുക എന്ന് പറയുന്നത് ഈ കാലത്ത് ഭയങ്കര ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ബിക്കോസ് എപ്പോഴും കസ്റ്റമർ വിളിച്ചോണ്ടിരിക്കും, നമുക്ക് കസ്റ്റമറിന്റെ കോൾ എടുക്കണം, കസ്റ്റമറോട് സംസാരിക്കണം, കസ്റ്റമറിന് എവിടെ എത്തിയെന്ന് അറിയണം, ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് കസ്റ്റമർ ഇൻഫോം ചെയ്യണം. സോ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മൊബൈൽ എടുത്ത് വെക്കാനായിട്ട് പറ്റില്ല, ഹെഡ്സെറ്റ് യൂസ് ചെയ്താലേ പറ്റുള്ളൂ. സോ നിങ്ങളിപ്പം എയർബഡ്സ് യൂസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ നെക്ക് ബാൻഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഏത് തരത്തിലുള്ള ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഒരു സൈഡ് മാത്രം വെച്ച് യൂസ് ചെയ്യാനായിട്ട് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇനിയെങ്കിലും ശ്രദ്ധിക്കാനായിട്ട് നോക്കാം. പിന്നെ ഈ റോഡ് പണി നടക്കുന്ന സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിൽ സൈൻ ബോർഡോ ഒന്നുമില്ല, പാലങ്ങളില്ല. പാലങ്ങളുടെ പകുതി ഇപ്പോഴും കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതായിട്ട് പാലങ്ങൾ പകുതി വരെ ഉള്ളൂ. ചിലപ്പോൾ അതിൽ കയറി ചെല്ലുമ്പോഴായിരിക്കും അറിയുന്ന പാലം ഇല്ലാത്ത കാര്യം. അതുപോലെ തന്നെ വലിയ വലിയ വെള്ളക്കെട്ടുകളുള്ളിടത്തൊന്നും സൈൻ ബോർഡുകളൊന്നുമില്ല. സോ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക, ഒരിടത്ത് റോഡ് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ കുഴി ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് മുൻകരുതൽ എടുത്ത് അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താവും അത് മാത്രം ആലോചിക്കുക. ഓക്കെ, നമ്മൾ ഇത്രയും സമയമൊന്നും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് 14-15 മണിക്കൂറൊക്കെ ഒരു ദിവസം വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ റെസ്റ്റും ഇല്ലാതെ. അങ്ങനെയൊന്നും വർക്ക് ചെയ്യുന്ന ഒരു കാര്യമില്ല. നമ്മുടെ ശരീരം നോക്കി മാത്രം വർക്ക് ചെയ്യുക, മനസ്സിലായോ? നമ്മളൊരു ബൈക്കിൽ അത്രയും നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് അത്രത്തോളം സ്ട്രെസ് ഉണ്ട്, നമുക്ക് അത്രത്തോളം സ്ട്രെയിൻ ഉണ്ട്. ഇപ്പൊ പുറമേ നിന്ന് ഒരാൾ കാണുമ്പോൾ ഫുഡ് ഡെലിവറി ജോബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതൊരു ഡെലിവറി ജോബ് ആണെങ്കിലും അതിൻ്റെതായ പാടുണ്ട്. ആൾക്കാർ കാണുമ്പോൾ അത് ഈസി ആയിട്ട് തോന്നും. സോ നമ്മൾ ഒരിക്കലും നമ്മുടെ ആരോഗ്യം കളഞ്ഞുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് നോക്കരുത്. അതുപോലെ തന്നെ റോഡ് അപകടങ്ങൾ വളരെ കൂടുതലാണ്. നമ്മുടെ കാര്യത്തിൽ റോഡ് അപകടങ്ങൾ സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ റോഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ. സോ മുൻകരുതൽ എടുക്കുക.